നമ്മളൊരു സിനിമ എൻ്റെ ഇൻ്റർവ്യൂ ഇട്ട് കഴിഞ്ഞിട്ട് 4 ആൾക്കാർ വന്നിട്ട് ഇത് കേട്ടാ ഞാൻ ഒരിക്കലും അങ്ങനെ പറയണല്ലോ. സിനിമ ജനങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു ഷോർട്ട് കട്ടും ഇല്ല. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കണം. പിന്നെ നമ്മുടെ സമയവും കുറേ കാര്യങ്ങളും കൂടി വന്നു. ജോഫിൻ എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഈ രീതിയിൽ ആസിഫ് പെർഫോം ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അതായത് എന്താണ് കഥ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100%, 100 അല്ല അതിന് മേലെ ആസിഫ് ചെയ്തിട്ടുണ്ട്. കേൾക്കണ കഥകളിൽ ചിലപ്പോൾ ഒരു 95% റിജക്റ്റ് ചെയ്ത് പോവുകയാണ്. 5% എന്ന് പറഞ്ഞാൽ വെറും പിന്നെ ഒരു സെക്കൻഡ് റൗണ്ട് അല്ലെങ്കിൽ തേർഡ് റൗണ്ട് ഡിസ്കഷനിലോട്ട് പോകാറുള്ളൂ. ഞാൻ ചെയ്താക്കണേൽ ആദ്യമായിട്ടാണ് ഒരു കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓൺ ദ സ്പോട്ട് ഞാൻ ചെയ്യാമെന്ന് പറയുന്നത്. ആ കഥയുടെ ഒരു പ്രത്യേകത ഇരുന്നത് സിനിമ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ പ്രൊഡ്യൂസറിന് പണി കൊടുക്കുക എന്നുള്ളത് മാത്രം ചിന്തിച്ചിരിക്കുന്ന ഇഷ്ടംപോലെ ഡയറക്ടേഴ്സ് ഈ മലയാളത്തിലുണ്ട്. അതിൽ ഒരു സംശയമില്ലാത്ത ജോഫിൻ ചെയ്ത സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഞാൻ പറയണതല്ല. ജോഫിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ഡയറക്ടറാണ്. അങ്ങനെ ദുബായിൽ മമ്മൂക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തന്നെ ഇവിടുന്ന് കണക്ട് ചെയ്തിട്ട് മമ്മൂക്കിനെ കാണാൻ പറഞ്ഞു. പുള്ളി വളരെയധികം റെസ്പെക്ട് ചെയ്തു. അതായത് എന്നെ പോലുള്ള ഒരു സാധാരണക്കാരന് തന്നെ റെസ്പെക്ടിനേക്കാൾ കൂടുതൽ വരുമ്പോഴാണല്ലോ നമുക്കത് നമ്മുടെ ഒരു മനസ്സിലോട്ട് കയറുന്നത്. അനശ്വര ഇതിൽ ചെയ്താക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ നാളെ സിനിമ കാണുമ്പോൾ വിചാരിക്കും എങ്ങനെ ഇതൊരു അഭിനയം തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഞാനിപ്പോഴും ചൂടായിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കഥകൾ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കും. എത്രയോ കഥകൾ ചൂട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതാണ്. പക്ഷേ സിനിമ സെറ്റിലെ ഭക്ഷണം കഴിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 1.5 ഭക്ഷണം കഴിക്കലാണ്. അവിടെ അന്ന് ഹോളിവുഡിൽ കണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഒരിക്കലും ഇവിടെ നടക്കുമല്ലോ. ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നമ്മളെ ചീത്ത പറയും. ഇപ്പം തന്നെ അറിയാലോ, ഡ്രഗ്സ്, മറ്റേത് ലിക്കർ, മറ്റേന്ന് എത്രയോ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എവിടെയെങ്കിലും ഒരു ഫെയിലർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സക്സസ് ആയി കഴിഞ്ഞിട്ട് ബൈ ബൈ പറയാമെന്ന് നമ്മളെപ്പോഴും വിചാരിക്കും. പക്ഷെ അത് സാധിക്കാറില്ല. ഞാൻ അവിടെ ഒരു ഇല്ലീഗലായിട്ട് വന്നാക്കുന്ന ഒരാളാണ്. ഇവർക്ക് എന്നെ അവർ അറസ്റ്റ് ചെയ്യണം. ജയിലിൻ്റെ അകത്തൊരു ജീവിതം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം എൻ്റെ പെട്ടെന്ന് ഞാൻ ആലോചിക്കണ ദൈവം ഞാൻ ഇതിൻ്റെ അകത്തോട്ടായിരിക്കുമല്ലോ പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമുക്ക് ആരും വിളിക്കാനായിട്ടില്ല. ഫോണാണെന്നുണ്ടെങ്കിൽ റോമിംഗ് ഇല്ലാത്ത ഫോൺ. ആ കാലഘട്ടത്തിൽ റോമിംഗ് ഒന്നും ഇതേവരെ ഒന്നും വന്നിട്ടില്ല. നമ്മുടെ ചിലപ്പോൾ ലൈഫ് തന്നെ വിട്ടുപോകണ ഒരു സംഗതി ആയിരിക്കാം മതി. അപ്പോൾ അത് ലൈഫിലൊരു ഭയങ്കര ഒരു എസ്കേപ്പ് ആയിരുന്നു അത് ശരിക്കും. എനിക്കിപ്പോഴും ഒരു അത്ഭുതമാണത്. നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ച് ബേസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അത് കളയും. അറബ്സിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരടുത്തുള്ള ഏതെങ്കിലും ഈ ലേബർ ക്യാമ്പുകൾ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. അത് അവരുടെ ഒരു നല്ല സ്വഭാവമാണ്. അവിടെ കിട്ടുന്ന കുപ്പൂസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരു തരംസ് കിട്ടുന്ന സാധനമാണ്. അതുപോലും മേടിക്കാൻ ഗതിയില്ലാതെ കുറേ കാലഘട്ടങ്ങൾ ഇതേപോലെ ഏതെങ്കിലും ഒരു അറബി ഫുഡ് കൊണ്ടുവന്നിരുന്നെങ്കിൽ നീ അറിഞ്ഞു കഴിഞ്ഞിട്ട് കാത്തിരുന്നാക്കുന്ന ഇഷ്ടം പോലെ ദിവസങ്ങളുണ്ട്. 1990-കളിൽ ഗൾഫ് നാട്ടിൽ അറിയാത്ത ജോലിക്ക് ഇല്ലാത്ത ക്വാളിഫിക്കേഷന് കൂട്ടുകാരനെ കൊണ്ട് ടൈ കെട്ടിച്ച് ഒരു വൈപ്പിൻകാരൻ ഒരുപാട് ജോലികളുടെ ഇൻ്റർവ്യൂകൾക്ക് വേണ്ടി പോയിട്ടുണ്ട്. സെൽഫ് കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിപ്പിച്ച ഘടകം. സമാനമായ ഒന്നായിരിക്കണം ആദ്യത്തെ സിനിമ വിവാദ ചുഴിയിൽപ്പെട്ടപ്പോഴും പിന്നെയുള്ള സിനിമ 100 കോടിയും 200 കോടിയും ഒക്കെ നേടാൻ ആ മനുഷ്യനെ പ്രാപ്തമാക്കിയത്. വേണു കുന്നപ്പള്ളിയാണ് ആ ചെറുപ്പക്കാരൻ. ഇന്ന് അദ്ദേഹം മലയാളത്തിലെ ലീഡിംഗ് പ്രൊഡ്യൂസറാണ്. നമസ്കാരം. നമസ്കാരം. രേഖാചിത്രം ആസിഫ് അലി എന്ന പെർഫോമറിനെ, അനശ്വര എന്ന പെർഫോമറിനെ, മനോജ് കെ ജയൻ പിന്നെയും ശക്തമായൊരു വേഷപ്പകർച്ചയോടുകൂടി വരുന്നു എന്നുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. കാവ്യ ഫിലിംസ് സജീവമാകുന്നു എന്ന പ്രത്യേകതയും കൂടി ഉണ്ട്. മറ്റെന്തെല്ലാമാണ് പ്രത്യേകതകൾ? ഇപ്പം ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ സ്ഥിരമായിട്ട് കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. സാധാരണ ഒരു 1-2 സിനിമ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആൾക്കാർ കഥ പറയാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു സിനിമ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ബിസിനസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ഒരു ഈ പോസ്റ്റ് കോവിഡ് കുറേ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കേൾക്കണ കഥകളിൽ ചിലപ്പോൾ ഒരു 95% റിജക്റ്റ് ചെയ്ത് പോവുകയാണ്. 5% എന്ന് പറഞ്ഞാൽ വെറും പിന്നെ ഒരു സെക്കൻഡ് റൗണ്ട് അല്ലെങ്കിൽ തേർഡ് റൗണ്ട് ഡിസ്കഷനിലോട്ട് പോകാറുള്ളൂ. ബാക്കി 95 നമ്മൾ അപ്പം തന്നെ ഒഴിവാക്കി വിടും. ഈ സിനിമകളെല്ലാം മോശമായിട്ടല്ല, ചിലപ്പോൾ ഭയങ്കര ഹൈ ബഡ്ജറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഈ കാലഘട്ടത്തിന് പറ്റിയ ഒരു ഇതായിരിക്കില്ല. അങ്ങനത്തെ പല റീസണുകൾ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു 5% വന്നൊരു ഇതായിരുന്നു ഈ പറയുന്ന രേഖാചിത്രം എന്നുള്ളത്. ഞാൻ ചെയ്താക്കണേൽ ആദ്യമായിട്ടാണ് ഒരു കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓൺ ദ സ്പോട്ട് ഞാൻ ചെയ്യാമെന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ആ സിനിമയുടെ ആ കഥയുടെ ഒരു പ്രത്യേകത ഇരുന്നത്. പക്ഷെ അത് കഥ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ എവിടെയോ ഒരു ബിസിനസ് സാധ്യത. ഞാൻ ആദ്യം ബിസിനസ് സാധ്യതയാണ് നോക്കണം. ബിസിനസ് സാധ്യത എന്ന് പറഞ്ഞാൽ സിനിമയുടെ ക്വാളിറ്റിയും എല്ലാ കാര്യങ്ങളും എല്ലാം അടങ്ങിയിരിപ്പുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഷോർട്ട് കട്ടും ഇല്ല. നല്ല സിനിമയാണെങ്കിൽ മാത്രമാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. തീർച്ചയായും. ഇപ്പോൾ വലിയ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ പ്രൊഡക്ഷൻ ബാനർ ആയിക്കോട്ടെ, വലിയ ബഡ്ജറ്റ്, ഇതൊന്നും ആൾക്കാർക്ക് അറിയണ്ട. നല്ല സിനിമയാണെങ്കിൽ മാത്രം, അതായത് എല്ലാ രീതിയിലും നല്ല സിനിമയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഞാൻ കൺഫേം ആക്കിയ ഒരു സിനിമയാണ് രേഖാചിത്രം. അതിൻ്റെ ആ പ്രമേയം ഒരു വ്യത്യസ്തമാണ്. ആരും നമ്മളിതുവരെ കാണുകയോ ശീലിക്കുകയോ ചെയ്യാത്ത ഒരു വ്യത്യസ്തമായ ഒരു സിനിമ ആയതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. കഥ കേൾക്കണ പോലെയല്ല സിനിമ എടുത്തു വരുമ്പോൾ പലപ്പോഴും അത് അതായത് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ കഥ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ സിനിമ എല്ലാം കഴിഞ്ഞ് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ആകെ ഭയങ്കര നിരാശരാണ് സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇൻ്റർവെൽ ഇല്ലാത്ത സിനിമ,
കേരളത്തെ മൊത്തം ചിന്തയിൽ ആഴ്ത്തിയ ഒരു സംഭവത്തിൻ്റെ ഡെപ്പിക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു സ്റ്റേജിങ് അങ്ങനെയൊക്കെയാണ് രേഖാചിത്രത്തെ പറ്റിയിട്ടുള്ള പുറത്തേക്ക് വരുന്ന ചില വിവരങ്ങൾ. ഇൻ്റർവെൽ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് അവിടുത്തെ ക്യാൻറ്റീൻ ഫെസിലിറ്റീസിന് അല്ലെങ്കിൽ ഈ ഇൻ്റർവെല്ലിന് മാത്രം വിൽപ്പനയാവുന്ന കാര്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് വേറൊരു ഇൻഡസ്ട്രി തന്നെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആകുലതകളുണ്ടോ? ഇല്ല, ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തകൾ നമ്മുടെ ഒരിക്കലും പോയിട്ടില്ല. നിങ്ങൾ പറയണത് കറക്റ്റാണ്. ഇൻ്റർവ്യൂവിലെല്ലാം എങ്കിൽ വേറൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. നമ്മളുടെ ചിന്തകളിലോട്ടൊരു ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ വരാത്തൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ ചോദിച്ചത്. ഈ പറഞ്ഞ മറ്റ് സൈഡിലുള്ള കാര്യങ്ങളുണ്ട്, അതായത് കേരളത്തിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെല്ലാം കടന്നു പോയിട്ടുള്ള ഒരു സംഭവത്തിന്റെ വേറെ തന്നെ ഒരു സ്റ്റേജിങ് അല്ലെങ്കിൽ ഒരു ഡെപ്പിക്ഷൻ, അതായിരിക്കും രേഖാചിത്രം എന്നുള്ളതാണ് ഏറ്റവും അധികം നമ്മൾ ഉദ്യോഗജനിതമായിട്ട് വിചാരിപ്പിക്കുന്നത്. അപ്പൊ ആ ട്രെയിലറിന്റെ അടുത്ത് പല ആളുകൾ പല കഥകൾ നമ്മുടെ ഓഫീസ് സ്പേസുകളിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇത് ഇന്ന കഥയായിരിക്കും, ഇന്ന കഥയായിരിക്കും. ഇപ്പൊ കന്യാസ്ത്രീ വേഷം കൊണ്ട് അല്ലെങ്കിൽ സിനിമയുമായി ആസ്പദമായിട്ടുള്ള ബന്ധം കൊണ്ട്, പല കാലഘട്ടങ്ങളിൽ നടക്കുന്നത് കൊണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യേകതകളെ കൊണ്ട് പല കഥകൾ പറയുന്നുണ്ട് രേഖാചിത്രത്തിന്. ശരിക്കും മലയാളി അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കേരളം കണ്ടിട്ടുള്ള ഒരു സംഭവത്തിന്റെ വേറൊരു പുനരാവിഷ്കരണം, ആ ഒരു പ്രത്യേകത ഉണ്ടോ ഈ സിനിമയ്ക്ക്? ഇല്ല, ഇതിലങ്ങനെ ഈ സിനിമയെ പറ്റി പറയണമെങ്കിൽ എനിക്കിത് സത്യം പറഞ്ഞ ഇതിൽ പറയാൻ കുറേ പരിമിതികളുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ എന്തെന്നാണ് പറയണത്, ഒരു ഭയങ്കര ഒരു ഞെട്ടിക്കണ ഒരു അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ചില സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആ രീതിയിലുള്ള ഒരു സീറ്റിൻ്റെ അഡ്ജിൽ പോയിട്ടിരിക്കണ ടൈപ്പുള്ള സംഗതി, അങ്ങനത്തെ ഒരു ത്രില്ലർ അല്ല ഒരിക്കലും. ഇത് ഒരു ക്രൈം ത്രില്ലർ അല്ല സിനിമ. അല്ല, ഒരു ക്രൈം നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ട് ശീലിച്ചാക്കണത് ഒരു മരണം സംഭവിച്ചിരിക്കുന്നു, കൊലപാതകൾ ആരാണ്, അതിൻ്റെ മോട്ടിവേഷൻ എന്താണ്. ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വന്നു കഴിഞ്ഞിട്ട് അത് ചിലപ്പോൾ CBI ആയിരിക്കാം, ക്രൈം ബ്രാഞ്ച് ആയിരിക്കാം, ഒരു ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, അല്ലാതെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിരിക്കും അന്വേഷണം നടക്കും. ഇതാണ് നമ്മൾ കാണുന്ന ഒരു മിക്ക ഇൻവെസ്റ്റിഗേഷൻ മൂവിയുടെ പാറ്റേൺ. ചിലതിൽ മാത്രമാണ് ഈ പറയണ കൊലപാതകം നടത്തിയാക്കണ അല്ലെങ്കിൽ ക്രൈം ചെയ്താക്കണ ആളെ കിട്ടിയിട്ടുണ്ടാവും. ഈ പറയണ വിക്ടിം ആരാണെന്ന് അല്ലെങ്കിൽ അതിന്റെ മോട്ടിവേഷൻ എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ ഇത് രണ്ടും അറിയാൻ പറ്റും, പക്ഷെ എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് അറിയാൻ പറ്റില്ല. ഈ പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നെല്ലാം ഒരു അംശങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇതെല്ലാം ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഇതിൽ നടക്കണ്ട, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ആരാണ് മരിച്ചത് അല്ലെങ്കിൽ ആരാണ് കൊലപാതകം, ഇങ്ങനത്തെ ഉള്ളതെല്ലാം പല രീതിയിൽ വന്നാൽ അത് നമ്മൾ കാണാത്ത, അതായത് ഇതുവരെ ശീലിക്കാത്ത രീതിയിലുള്ള ഒരു എൻ്റെ ഈ സിനിമയിലോട്ടുള്ള ഒരു അട്രാക്ഷനും ആ ഒരു സംഗതി തന്നെയായിരുന്നു. എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത് ഈ സിനിമയുടെ ട്രെയിലറിൽ വന്ന ഒരു ഡയലോഗാണ്. സിനിമയിൽ ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ, ഒരു യുവ പോലീസ് ഓഫീസറിനെയൊക്കെ സിനിമയിലെ ചില സീനുകളിൽ കാണിക്കുമ്പോൾ പ്രായത്തിന്റെ ആവേശം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റുള്ള ക്യാരക്ടർ പറയുന്നൊരു ഡയലോഗ്, നമ്മുടെ ഈ പ്രായത്തിൽ ഇങ്ങനെയായിരുന്നില്ല, അങ്ങനത്തെ ഡയലോഗുകളായിരിക്കും സ്ഥിരം നമ്മൾ കേൾക്കുക. അല്ലെങ്കിൽ ചെറുപ്പമല്ലേ, ഇവിടെ ആവേശമല്ല ആവശ്യമാണ്. അതിൽ തന്നെ എന്തോ ഒരു ഹുക്കിംഗ് എലമെന്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. ശരിക്കും ആസിഫ് അലി എന്നുള്ള പെർഫോമറിനെയും കിഷ്കിന്ധാണ്ടത്തിന് ശേഷം മറ്റൊരു രീതിയിൽ അടയാളപ്പെടുത്തുന്ന സിനിമയായിരിക്കും രേഖാചിത്രം. 100%. ഞാൻ അതായത് ആ കഥ ജോഫിൻ എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഈ രീതിയിൽ ആസിഫ് പെർഫോം ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അതായത് എന്താണ് ആ കഥ ആവശ്യപ്പെടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100%, 100 അല്ല അതിന് മേലെ ആസിഫ് ചെയ്തിട്ടുണ്ട്. പല രീതിയിലുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ, ചിലർ ഭയങ്കര റഫായിട്ടായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആ ജേർണിയിൽ, അതായത് ഇൻവെസ്റ്റിഗേഷൻ ജേർണിയിൽ അവരുടെ സ്വഭാവങ്ങൾ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്ന രീതിയിലാണ്. പക്ഷേ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഒരു സൗമ്യമായ ഒരു പോലീസുകാരൻ, പക്ഷേ പുള്ളിക്ക് അത് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ നടത്തി അത് ചെയ്യുക എന്നുള്ളത് പുള്ളിയുടെയും കൂടെ ആവശ്യമാണ്. അങ്ങനത്തെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ആ പുള്ളിയുടെ ഒരു നിശ്ചയാവസ്ഥ അതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ആസിഫിൻ്റെ ഒരു മാനറിസം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട്. ചിലതെന്ന് പറഞ്ഞാൽ പുള്ളി വെറുതെ നോക്കി നിൽക്കണമെങ്കിൽ പോലും അതിന് പല അർത്ഥങ്ങളുണ്ട്. ആ രീതിയിൽ അത് സ്ക്രിപ്റ്റിൽ എങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ആ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്, അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അനശ്വരയുടെ ഒരു പെർഫോമർ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം കൂടി എടുത്ത് പറയണം. അപ്പം അനശ്വരയുടെ ഒരു സെറ്റിലുള്ള യുവ നടിമാരെ വെച്ച് മാറ്റിയിരുന്ന അനശ്വരയുടെ മുഖത്തിലെ ചില പ്രത്യേകതയാണ്. ഏതോ ഒരു റെട്രോ നായികയുടെ, അത് പണ്ട് ഉണ്ടായിരുന്ന മലയാള സിനിമയ്ക്ക് ഒരു നായികയുടെ ഉണ്ടായിരുന്ന മുഖത്തിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് അനശ്വരയ്ക്കുണ്ട്. അതുപോലെ തന്നെ അഭിനയത്തിലായാലും മറ്റ് അവർ കുറേ കൂടി ടീനേജ് ലവ് പ്രണയങ്ങൾ എടുക്കുമ്പോൾ അനശ്വര അതിനോടൊപ്പം തന്നെ നേരിലെ പോലെ വേഷങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഈ സിനിമയിലൊക്കെ പോലത്തെ വേഷങ്ങൾ എടുക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അനശ്വരയുടെ പ്രകടനം കണ്ടപ്പോൾ, ആ ഔട്ട് കണ്ടപ്പോൾ അനശ്വര ഇതിൽ ചെയ്താക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു സിനിമ എൻ്റെ ഇൻ്റർവ്യൂ ഇട്ട് കഴിഞ്ഞിട്ട് 4 ആൾക്കാർ വന്നിട്ട് ഇത് കഴിയണം, ഞാൻ ഒരിക്കലും അങ്ങനെ പറയണല്ലോ. നമ്മുടെ സിനിമകളിൽ ആദ്യമായിട്ട് അനശ്വര അഭിനയിക്കുന്ന ഇതാണ്. ഞാൻ അനശ്വരയുടെ സത്യം പറയേണ്ട അധികം സിനിമകൾ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു
തണ്ണീർമത്തൻ അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഈ സിനിമയാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ എന്താണ് അതിൽ ഡിമാൻഡ് ചെയ്യുന്നത് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക ഒരു കാലഘട്ടവും അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളും അതിൽ കൂടി കടന്നു പോണ ഒരാളെന്നുള്ള രീതിയിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്കത് കാണുമ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ആർക്കെങ്കിലും അഭിനയിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നി. അത് നിങ്ങൾ നാളെ സിനിമ കാണുമ്പോൾ വിചാരിക്കും എങ്ങനെ ഇതൊരു അഭിനയം തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നും. പല രീതിയിലുള്ള ഒരു വേദനകളും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പലതും എന്താണ് പറയണം അനുഭവിക്കുന്ന ഒരാളുടെ ഒരു ഇതുണ്ടല്ലോ. ഇതെല്ലാം അധികം ഫേസിൽ കൂടിയാണല്ലോ കാണിക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ വികാരങ്ങൾ. അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ജോഫിൻ എന്ന മേക്കർ ഇപ്പോൾ പ്രീസ്റ്റ്ലൻ അദ്ദേഹത്തിന്റെ ഒരു മാർക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. മലയാളത്തിന്റെ പരിമിതമായ ബഡ്ജറ്റിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഹോളിവുഡ് സിനിമകളോടൊക്കെ കിടപിടിക്കുന്ന രീതിയിൽ എക്സോസിസ്റ്റെ അവതരിപ്പിക്കുക, ബാധ ഒഴിപ്പിക്കലാണെങ്കിൽ പോലും അതിന് പുതിയൊരു ആംഗിൾ കൊണ്ടുവരിക, ആളുകളെ ഹുക്കിപ്പിക്കുക എന്നുള്ള രീതിയിൽ പ്രീസ്റ്റ്ലൻ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പെർട്ടൈസ് തെളിയിച്ചിട്ടുണ്ട്. അപ്പം രേഖാചിത്രത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സ്ക്രിപ്റ്റിൽ ഉള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്നുണ്ട് സാർ എന്നെ ഔട്ട് കണ്ടിട്ട് പറഞ്ഞല്ലോ. ജോഫിൻ എന്ന മേക്കറിനോടുള്ള ഇന്ററാക്ഷൻസ് എന്താ മനസ്സിലായിട്ടുള്ളത്? ജോഫിനെ പറ്റി രണ്ട് വാക്ക് ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ സിനിമകൾ ചെയ്ത് പിന്നെ പല സിനിമകളായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഡയറക്ടേഴ്സിനെ നമ്മൾ കാണുകയും അവരുടെ സ്വഭാവങ്ങളും അവരുടെ പ്രത്യേകതകളെല്ലാം നമ്മൾ അനുഭവിച്ചു പോകണ്ടല്ലോ. അങ്ങനെയുള്ള നമ്മൾ ഓരോ ആൾക്കാരുടെ വ്യത്യസ്തമായ ഇതറിയണം. ജോഫിൻ ചെയ്ത സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഞാൻ പറയണതല്ല. ജോഫിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ഡയറക്ടറാണ്. അതാണ് എടുത്തു പറയേണ്ടത്. ചില ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ പ്രൊഡ്യൂസറിന് പണി കൊടുക്കുക എന്നുള്ളത് മാത്രം ചിന്തിച്ചിരിക്കുന്ന ഇഷ്ടംപോലെ ഡയറക്ടേഴ്സ് ഈ മലയാളത്തിലുണ്ട്. അതിൽ ഒരു സംശയമില്ലാത്തത്. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ പൈസ ഇടാൻ മാത്രമേ ഉള്ളൂ, നീ പിന്നെ അങ്ങോട്ട് മാറി നിന്നോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ മൈൻഡ് ചെയ്യുക പോലും ഇല്ല. അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാരുള്ള ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ ജോഫിൻ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാൾ. ആദ്യം വളരെ സമയമായിട്ട് സംസാരിക്കുള്ളൂ, യാതൊരുവിധ കംപ്ലൈൻറ്റുകളും ഇല്ല. ഈ പറയണ ഒരു പ്ലാൻ ചെയ്താക്കണ അതിൽ നിന്ന് ബഡ്ജറ്റിൽ നിന്ന് എങ്ങനെ കുറച്ച് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ചിന്തിച്ച് കഴിഞ്ഞിട്ട് എല്ലാത്തിനും കോംപ്രമൈസ്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അപ്പോൾ നമ്മൾ ചോദിക്കണം ജോഫിൻ ഇത് പോരെ നീ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോഫിൻ അത് ഓക്കെ ആണെങ്കിൽ പറയും സാർ അത് മതി, എന്തിനാണ് അത് ചെയ്യുന്നത്, അങ്ങനെ ചിന്തിക്കണം. മറ്റൊരു അങ്ങനെയല്ല, അത് പറ്റില്ല, അത് തന്നെ വേണം. നമുക്ക് ചിലപ്പോൾ ആ കഥ അറിയാവുന്നതുകൊണ്ട് നമുക്ക് തോന്നും എന്തിനാണ് ഇത്ര പൈസ ചിലവ് ചെയ്യണത്. ചിലപ്പോൾ ഒരു 5 ലക്ഷം രൂപയായിരിക്കും അതിൽ പറഞ്ഞാക്കണത്, മറ്റേതാണെന്ന് ചിലപ്പോൾ 1 ലക്ഷത്തിന് നടക്കും. അപ്പോൾ ജോഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു കംപ്ലൈൻറ്റ് വെച്ചാൽ സിനിമക്ക് അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ ഈ പൈസ ചിലവാക്കണം എപ്പോഴും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ചിലവാക്കാനാണല്ലോ ശ്രമിക്കുന്നത്. അപ്പോൾ അത് വളരെ കുറച്ച് ഡയറക്ടേഴ്സ് മാത്രമാണ് അതിൻ്റെ കൂടെ പ്രൊഡ്യൂസറിനോട് നിൽക്കുള്ളൂ. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് സംസാരിക്കുക പോലും അസോസിയേറ്റിനെ വിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അതൊന്നും പറ്റില്ല, അത് തന്നെ വേണം എന്ന് പറയാൻ എന്താ വെച്ചാൽ അവർ അങ്ങനത്തെ ഒരു ചിന്ത ഒരു സെറ്റപ്പിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ഈ സിനിമ ഇതാക്കണ എല്ലാവരും അങ്ങനത്തെ ആൾക്കാരാണെന്നൊന്നും അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ അവരങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൽ ജോഫിൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഒരു ഇതാണ്. ഞാൻ ഇതായിട്ട് ഇതുവരെയായിട്ടും ഏതെങ്കിലും ഒരു ദേഷ്യത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും സംസാരിക്കേണ്ട വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെയാണ് പോയേക്കുന്നത്. മാളികപ്പുറം എന്നുള്ള സിനിമ വലിയ വിജയമായ സമയത്ത് സാറ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ പലരും പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതിലെ ദൈവ സാന്നിധ്യമാണ്, ഇതിൽ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ വരുമോ. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പണ്ട് വെസ്റ്റ് ആഫ്രിക്കയിലെ അബിജാൻ എയർപോർട്ടിൽ പെട്ടുപോയ സമയത്ത് എന്നെ രക്ഷിച്ചൊരു ആഫ്രിക്കൻ പോലീസുകാരനുണ്ട് എന്നുള്ളത്. ശരിക്കും എന്തായിരുന്നു ആ സംഭവം? അത് വായിച്ചപ്പോൾ തൊട്ട് എനിക്കത് അറിയാൻ ഒരു കൗതുകം ഉണ്ടായിരുന്നു. അത് ഞാൻ എഴുതിയെന്ന് പറഞ്ഞാൽ സത്യസന്ധമായി നടന്ന കാര്യമാണ്. അതായത് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. അതായത് വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ഐവറി കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാപിറ്റലാണ് അബിജാൻ എന്ന് പറയുന്നത്. ഞാൻ അധികം ആഫ്രിക്കയിൽ ബിസിനസ് ചെയ്യണം, ഒരുമാതിരി എല്ലാ രാജ്യങ്ങളിലും സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഐവറി കോസ്റ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻസിന് വിസ വേണം, ഓണറേറിയൽ വിസ അല്ല, നമ്മൾ വിസ എടുത്തിട്ട് പോകണം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ദുബായ് ബേസ്ഡ് ആളാണ്. ദുബായിൽ ഐവറി കോസ്റ്റിന് കൗൺസിലേറ്റ് ഇല്ല, സൗദിയിൽ ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് സൗദിയിൽ അയക്കണം. എന്നിട്ട് അതൊക്കെ ഭയങ്കര തലവേദന പിടിച്ച പരിപാടിയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് എൻ്റെ കസ്റ്റമേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു ലബനോണികളാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് ഈ പേപ്പർ വിസ ഉണ്ട്, അത് കഴിച്ചിട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ ഇവിടെ നിന്ന് ദുബായിൽ നിന്ന് കയറുമ്പോഴൊക്കെ കുറച്ച് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞാനത് നമ്മൾ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യണതുകൊണ്ട് നമുക്കതൊന്നും പ്രശ്നമില്ല. ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്ത് ഞാൻ അവിടെ ഇറങ്ങി ഫ്ലൈറ്റിൽ നിന്ന് പുറത്തോട്ട് വന്നു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എമിഗ്രേഷൻ്റെ അടുത്ത് നമ്മൾ വിസ അടിക്കണമല്ലോ. അവിടെ ചെല്ലുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ലബനോണികൾ പുറത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു. അവരൊരാൾ ഉള്ളിലോട്ട് വിട്ടിരുന്നു, അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ. അപ്പോൾ അയാൾ എൻ്റെ പാസ്പോർട്ട് മേടിച്ചുകൊണ്ട് പോയി വിസ അടിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പോയി ഇവിടുത്തെ പോലെ ഒന്നുമല്ല, അവിടെ നമ്മൾ സൈഡിൽ കൂടി പുറത്തോട്ട് പോയി ലഗേജ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഇയാൾ കുറച്ച് കഴിയുമ്പോൾ പാസ്പോർട്ട് എനിക്ക് കൊണ്ടുപോയി തന്നു. പക്ഷേ ഞാൻ അതിൽ വിസ അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ നോക്കിയില്ല, അത് എൻ്റെ ഒരു മിസ്റ്റേക്കായിരുന്നു. ഞാൻ പോയി ഒരു 3-4 ദിവസമൊക്കെ എൻ്റെ ബിസിനസ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് പോരുകയാണ്. ഒരു ഞായറാഴ്ച ആയിരുന്നു. അപ്പോൾ എയർപോർട്ടിലോട്ട് കയറുന്ന സമയത്ത് ഇവർ ഈ അവിടെ അതായത് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്ന് അറിയാൻ വേണ്ടി അവർ പാസ്പോർട്ടും നമ്മുടെ ടിക്കറ്റും കൂടി നോക്കും. അങ്ങനെ നോക്കി കഴിഞ്ഞ സമയത്ത് വിസ അടിച്ച് വെക്കണം നോക്കിയവർ. അപ്പോൾ എനിക്കതിൽ വിസ ഇല്ല. ഫസ്റ്റ് ഇതല്ല പറയണം, ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ബോർഡിംഗ് പാസിന് മുന്നേ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ അവർ ഫുള്ള് നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾ നോക്കിയിട്ട് കാണാത്തതിന് എനിക്ക് കുറേ വിസ ഉള്ള ഒരാളാണ്. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ
ഒരിടത്തും അതിൽ വിസയില്ല. അപ്പോൾ അങ്ങനെ സംസാരമായി. അതായത് ഞാൻ അവിടെ ഒരു ഇല്ലീഗലായിട്ട് വന്നാക്കുന്ന ഒരാളായിരുന്നു. ഇല്ലീഗൽ ഇമിഗ്രന്റ്. അപ്പോൾ ഈ എൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേരുണ്ടല്ലോ, ഇപ്പോൾ ഈ ലെബനോണികൾ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഒച്ചയിൽ ഭയങ്കരപ്പെട്ട് ദേഷ്യം കയറി സംസാരിക്കണം. എപ്പോഴും ഈ മറ്റൊരൊക്കെ ആഫ്രിക്കൻസ് ആണല്ലോ. അങ്ങനെ ഇവരായിട്ട് ഭയങ്കരമായിട്ട് ഉടക്കായി സംസാരിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ. അപ്പോൾ ഇങ്ങനെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെന്നടുത്ത് എന്നെ അവർ അറസ്റ്റ് ചെയ്യണം. എനിക്കത് ഫ്രഞ്ചിലാണ് സംസാരിക്കുന്നത്, നമുക്ക് കുറച്ച് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇവനെന്നെ കണ്ണുകൊണ്ട് കാണിച്ച് മാറിക്കോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് മാറിക്കഴിഞ്ഞിട്ട് അവിടെ ഈ പാസഞ്ചേഴ്സും അവരുടെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഞാനിരുന്നു പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെ രണ്ടുപേരും ബലമായിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് എയർപോർട്ടിൻ്റെ പുറത്താക്കി. അത് കഴിഞ്ഞിട്ട് അവരെന്നെയാണ് നോക്കണത്. അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. എന്താ അറിയാമല്ലോ, ആഫ്രിക്കൻ പ്രത്യേകിച്ച് ഈ രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു ഇതുമില്ലാത്ത സ്ഥലമാണ്. നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ബോർഡിങ് ഏകദേശം കഴിയാറായി. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ബോർഡ് കൊണ്ടാണ് തൂക്കുകയാണ് ചെയ്യണത്. ഇവിടെയൊക്കെ ഡിജിറ്റൽ ഇതൊക്കെയാണല്ലോ, അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ബോർഡൊക്കെ എടുത്ത് മാറ്റി. എനിക്കാണെങ്കിൽ പുറത്തോട്ട് പോകാൻ പറ്റില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പാസ്പോർട്ട് ഓൾറെഡി ഇവരുടെ കയ്യിലുണ്ട്. ഞാൻ കണ്ട് പാസ്പോർട്ട് ഇത് വെച്ചിട്ടുണ്ട്. എനിക്ക് പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 2 ഗേറ്റ് ക്രോസ് ചെയ്യണം. പാസ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും എന്നെ പുറത്തോട്ട് വിടില്ല. ഫ്ലൈറ്റാണ് ഈ പോകാൻ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇനി എന്താണ് ചെയ്യണത് എന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകിച്ച് ഇവരായിട്ട് ഉടക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ദേഷ്യം മുഴുവൻ എൻ്റെ അടുത്താണ്. അപ്പോൾ അങ്ങനെ ഞാൻ നിൽക്കണം. അതായത് ഒരു ഇല്ലീഗലായിട്ട് ഒരാളെയും കൊണ്ട് ഉള്ളിൽ വന്നിട്ട് കയറ്റി വിടാൻ പോയി. അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ ഞാനങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നമുക്ക് ആരും വിളിക്കാനായിട്ടില്ല. ഫോണാണെന്നുണ്ടെങ്കിൽ റോമിംഗ് ഇല്ലാത്ത ഫോൺ. ആ കാലഘട്ടത്തിൽ റോമിംഗ് ഒന്നും ഇതേപോലെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ആകെ ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ജീവിതത്തിൽ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. ആ സമയത്ത് ഒരു പോലീസുകാരൻ നടന്നവരെ ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ ഇയാൾ വന്നാണ്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ പതുങ്ങിയ ഫ്രണ്ടിലിരിക്കുന്ന ആളുടെ നമ്മളെ കാണണമെന്ന് വിചാരിച്ചപ്പോൾ ഇയാൾ നേരെ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഫ്രഞ്ചിൽ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രഞ്ച് അറിയില്ലെന്ന് പറയുമ്പോൾ അയാൾക്ക് ഇംഗ്ലീഷ് വലിയ എടുത്തില്ല. ഞാൻ പറഞ്ഞു ഇതാണ് കാര്യമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു നീ എന്തിനാണ് വിസില്ലാതെ എങ്ങനെ വന്നു? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വിസില്ലാതല്ല വന്നത്, ഇവിടെ എയർപോർട്ടിലാണ്. പക്ഷേ ആ പഴയ ബോർഡിംഗ് പാസ് ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഇതായിരുന്നു കാര്യം. പക്ഷേ ആദ്യം ഞങ്ങൾ ആ ഇറക്കിയ ആളുണ്ടല്ലോ അയാൾ വിളിച്ചിരുന്നു. പക്ഷേ അയാൾ ബുർക്കിന ഫാസോ എന്ന് പറഞ്ഞാൽ അടുത്ത രാജ്യത്തോട്ട് എന്തോ കാര്യത്തിന് വേണ്ടി പോയേക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ വെച്ച് വേർ ഇസ് യുവർ പാസ്പോർട്ട് എന്ന് ചോദിച്ചു ഇയാൾ. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചുകൊണ്ടാണ് കൊണ്ടുപോകണമെന്നൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം ഒരു റൂമിലോട്ട് ഈ പാസ്പോർട്ടായിട്ട് ഒരാൾ കയറി. അയാൾ തിരിച്ചു വന്നപ്പോൾ അയാളുടെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല. അതുകൊണ്ട് ആ ഇഷ്ടംപോലെ ചെറിയ ചെറിയ റൂമുകളുണ്ട് ഇമിഗ്രേഷൻ്റെ പല ഇതിൻ്റെയൊക്കെ ആയിട്ട് ഈ എയർലൈൻ ഓഫീസൊക്കെ. അപ്പോൾ എനിക്ക് കറക്റ്റ് അറിയാം അവിടെ ഈ പാസ്പോർട്ട് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു അവിടെ അതിൽ അറിയൂ ഷുവർ? ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പാസ്പോർട്ട് ഉണ്ട്, ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ പോയി തിരിച്ചു വരികയാണ്. ഇതൊക്കെ പെട്ടെന്ന് നടക്കുകയാണ്. അയാൾ വന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കി. അപ്പോൾ അയാളുടെ കയ്യിൽ എന്തോ ഒരു സാധനമുണ്ട്. ഇത് അകലെയാണ് ഈ പറയുന്ന സാധനം. വന്നു കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അടുത്ത് പാസ്പോർട്ട് തന്നു. ഓക്കെ യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞ് ഓൾറെഡി അവിടെ ഇത് കഴിഞ്ഞ് അടുത്ത എയർലൈൻസിൻ്റെ ബോർഡ്. പക്ഷേ ആ സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ പേപ്പർ ഇതൊക്കെ എടുത്തിട്ട് പോകണുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ് നീ എന്തായാലും ഇയാൾ ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു നോ പ്രോബ്ലം യു ക്യാൻ ഗോ ദെയർ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് ചെക്കിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ലഗേജ് ഇല്ല, ഈ ഹാൻഡ് ബാഗേജ് മാത്രമേ ഉള്ളൂ ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ എനിക്ക് ഇതിൻ്റെ എമിറേറ്റ്സിൻ്റെ ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കയറ്റി വിട്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് മുകളിൽ ചെന്ന്. അപ്പോൾ ഈ എമിഗ്രേഷൻ ക്രോസ് ചെയ്യണം, ഒറിജിനൽ എമിഗ്രേഷൻ ക്രോസ് ചെയ്യണമല്ലോ, അവിടെയാണ് ഈ ശരിക്കും വിസ നോക്കണത്. അപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ കുഴപ്പമില്ല നീ പോയിക്കോ പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ മുകളിലോട്ട് എസ്കലേറ്റർ കയറി പോകണേ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് ഈ പോലീസുകാരൻ അവിടെ ഉണ്ടാവും. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവരാരുമില്ല. ഈ ബോർഡിങ്ങൊക്കെ ഏകദേശം ഈ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പാസഞ്ചറെല്ലാം ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോം വല്ലത് ഫില്ല് ചെയ്യണം. ഇവിടെ ഒന്നും ഇപ്പോൾ ആ ഫോമില്ല. അപ്പോൾ ഞാനത് ഫോം മേടിച്ച് കഴിഞ്ഞിട്ട് ഇനി പോലീസുകാരനങ്ങനെ തിരിച്ച് വരികയാണെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ട് നിൽക്കുകയാണ്. അറിയാം. അപ്പോൾ ഇവർ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നെ വിളിച്ചു. ഈ എമിഗ്രേഷനിൽ ഇരിക്കുന്ന ആൾക്ക് അരിച്ചേട്ടൻ എന്തായെന്ന് ചോദിച്ചു. അപ്പോൾ ഫ്രഞ്ചിലാണ് ചോദിച്ചത്. അപ്പോൾ എനിക്കൊന്നും അറിയില്ല. എന്തായാലും എൻ്റെ അടുത്ത് ഈ കംപ്ലീറ്റ് ആവാത്ത സാധനം മേടിച്ചിട്ട് താഴെ സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ നേരെ സീലടിച്ച് കഴിഞ്ഞിട്ട് എന്നെ വിട്ടു. ഞാൻ അങ്ങനെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ഇരിക്കണം, ബോർഡിങ് തുടങ്ങിയിട്ടില്ല. ആ സമയത്ത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ഇഷ്യൂവിലുണ്ടായിരുന്ന ഒരു പോലീസുകാരുണ്ട്, ഒരു തടിയുള്ളൂ. അവർ വന്നു കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ പാസ്പോർട്ട് മേടിച്ചിട്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി വീണ്ടും വരും. ഞാൻ നേരെ ടോയ്ലറ്റിൽ പോയിട്ട് ടോയ്ലറ്റിൽ നിന്ന് ഈ ബോർഡിങ് അനൗൺസ്മെൻറ്റ് തന്നെ എനിക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ ഒരു ലേഡി ഇതായതുകൊണ്ട് മെയിലിൻ്റെ ഇതിൽ വരുമില്ലെന്നറിയാലോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇവിടെ ബോർഡിങ്ങിൻ്റെ അനൗൺസ് ചെയ്യണം. ഓടി വന്നു കഴിഞ്ഞിട്ട് നേരെ ഫ്ലൈറ്റിൽ കയറി രക്ഷപ്പെട്ടു. അപ്പോൾ എനിക്കിപ്പോഴും അത്ഭുതമാണ് ആരാണ് ആ പോലീസ്. അതാണ് ഞാൻ അതിലൊരു ഉദാഹരണം പറഞ്ഞത്. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലൈഫ് തന്നെ പോകും. അപ്പോൾ അങ്ങനെ അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ക്ലാസ്സിൽ കൂടി കാണുന്നുണ്ട് ഈ ലെബനോണികൾ. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു ആരായിരുന്നു ആ പോലീസ്, നിൻ്റെ ഫ്രണ്ടാണത്? ഞാൻ പറഞ്ഞു എനിക്കെങ്ങനെയാണ് ഫ്രണ്ട്, നീ എന്തെങ്കിലും ഇത് കൊടുത്താൽ? ഞാൻ പറഞ്ഞു ഞാനൊന്നും കൊടുത്തില്ല അവരുടെ അടുത്ത്. ശരിക്കും അത്
കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് ലൈഫിൽ ഒരു ഭയങ്കര ഒരു എസ്കേപ്പ് ആയിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ. എനിക്കിപ്പോഴും ഒരു അത്ഭുതമാണത്. ഞാൻ അന്നൊക്കെ വിചാരിച്ചിരുന്നു ഇനി എൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആ കാലഘട്ടത്തിലൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷേ അത് എനിക്ക് തോന്നുന്നു എന്തോ സംഭവിച്ച് ഒരു സത്യമായ കാര്യമാണ്. അപ്പൊ ഈ മാളികപ്പുറത്തിൽ ഇങ്ങനെ ആളുകൾ പറയുമല്ലോ അങ്ങനെ മനുഷ്യനെ ദൈവമായി കാണുന്നതില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു റിയൽ ഇൻസിഡന്റ് ആയിരിക്കും ആ ഒരു കണക്ഷൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ 100%. എന്ന് വെച്ചാൽ നമ്മുടെ ചിലപ്പോൾ ലൈഫ് തന്നെ വിട്ടു പോണ ഒരു സംഗതി ആയിരിക്കാം. അതെ, നമ്മളവിടെ ജോലിയിൽ പോയി, പ്രത്യേകിച്ച് അവിടെ ഈ പല പല രാജ്യങ്ങൾ ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങളുള്ളതാണ്. തൊട്ട് തന്നെ ഗാനയുണ്ട്, ബുർക്കിന ഫാസോ ഉണ്ട്, നൈജർ ഉണ്ട്, ബെനീൻ റിപ്പബ്ലിക്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ കിടക്കും. ഒരു സൈഡിൽ നൈജീരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള എല്ലാം ക്രിമിനൽസ് അവിടെ വരിക, എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇവരെല്ലാവരും കൂടി കിടക്കുന്ന ഒരു ജയിലാണ് അവിടെ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജയിലിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ ലൈഫ് തന്നെ വേറെയാണ്. പ്രത്യേകിച്ച് എയ്ഡ്സ്, പിന്നെ മെനഞ്ചൈറ്റീസ്, TB, ഇങ്ങനെ അസുഖങ്ങളെല്ലാമായിട്ട് കിടക്കുന്ന ഒരു ഇതാണ്. ഞാനവിടെ ഒരു ജയിലിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഒരു ജയിൽ മീൻസ് ഞാനിവിടെ കുറച്ച് അങ്ങനെ ഞാൻ കയറി. അപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു ജയിലിൻ്റെ അകത്തൊരു ജീവിതം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം എൻ്റെ പെട്ടെന്ന് ഞാൻ ആലോചിക്കണം, ദൈവം ഞാൻ ഇതിൻ്റെ അകത്തോട്ടായിരിക്കുമല്ലോ പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ഇതുപോലെ തന്നെ ഈ പണ്ട് ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ട് എഴുതിയിരുന്ന സമയത്ത് ഈ ചില ഒരു സീലോഡ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ ക്യാബറ കാണാൻ വേണ്ടി പോയ നിങ്ങളുടെ യുവാക്കൾ സംഘങ്ങളുടെ ഒരു കഥ വായിച്ചിട്ടുണ്ട്. അത് വളരെ ഉദ്യോഗജനകമാണ്. അതിലേറ്റവും രസമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതായത് ഒരു ക്യാബറ നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്നു, അതാണ് കോൺടെക്സ്റ്റ്. അതിൽ പറയുന്നത് അതുവരെയും മഞ്ഞൾ പ്രസാദം പാടിയെന്ന യുവാക്കൾ പെട്ടെന്ന് രാഗേന്ദ്ര കിരണങ്ങൾ പാടുന്നു എന്ന് പറയുന്നതിലൊരു അത് ഗംഭീര. അല്ല, അത് സത്യം, അതുള്ള കാര്യമാണ്. അതായത് ഈ ചെറായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഇതുണ്ടായിരുന്നു, ചെറായി ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വലിയ ബിസിനസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ഹോട്ടൽ നടത്തിയിരുന്ന ആൾ ഒരു ഭയങ്കര ഫേമസ് ആളാണ്. അയാളുടെ പേര് ഞാൻ പറയണില്ല, പുള്ളി മരണപ്പെട്ട്. അപ്പോൾ പുള്ളിയാണ് ഈ ക്യാബറ എന്ന് പറയുന്ന സംഗതി അവിടെ കൊണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഭയങ്കര അതിശയമായിരുന്നു. അതായത് എറണാകുളം സീലോഡിൽ മാത്രം ഞാനന്ന് പ്രീഡിഗ്രി പഠിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇതായി. ഈ പറയുന്ന സമരം നടത്തി അത് വിട്ടെന്ന് അതെല്ലാം വാസ്തവമാണ്. ബാക്കി സൈക്കിളിൽ പോയി ബെല്ലുള്ള ഇതുകൊണ്ട് അതൊക്കെ ഞാൻ വരെ തമാശക്ക് എഴുതിയാൽ, പക്ഷെ അതെല്ലാം നടന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ കാണുന്ന വളരെ സമ്പന്നനായ ഒരു വേണുകുന്നപ്പള്ളിനാണല്ലോ. ഈ പറഞ്ഞ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉണ്ടായിരുന്ന ഒരു യുവാവായ വേണുകുന്നപ്പള്ളിനെ ഇപ്പോൾ ഓർക്കാറുണ്ടോ? അല്ല, ഞാൻ ഈ പറഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഞാൻ അതായത് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ലൊരു സമ്പത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതിൽ ഞാൻ തമാശക്ക് വെറുതെ അതൊക്കെ എഴുതി ആ കാലഘട്ടത്തിൽ. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സൗദിയിൽ ഞാൻ എൻ്റെ ഒരു അറേബ്യൻ മുന്തിരിത്തോട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആലുമാതി ഞാൻ എഴുതി. അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, അതായത് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഏതെങ്കിലും ഈ അറബികളൊക്കെ നമ്മളെപ്പോലെ അല്ല. അതായത് നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ച് ബേസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അത് കളയും. അറബ്സിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരടുത്തുള്ള ഏതെങ്കിലും ഈ ലേബർ ക്യാമ്പുകൾ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. അത് അവരുടെ ഒരു നല്ല സ്വഭാവമാണ്. നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ആരെങ്കിലും കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ ആക്ഷേപമാവുകയും ചെയ്യും. അപ്പം നമ്മൾ കുറേ കാലഘട്ടങ്ങൾ ഇതേപോലെ ഏതെങ്കിലും ഒരു അറബി ഫുഡ് കൊണ്ടുവന്നിരുന്നെങ്കിൽ നീ അറിഞ്ഞു കഴിഞ്ഞിട്ട് കാത്തിരുന്നാക്കുന്ന ഇഷ്ടം പോലെ ദിവസങ്ങളുണ്ട്. അതായത് നമുക്ക് ഒരു സാധനം പറയാം, അതായത് ഇപ്പോൾ അവിടെ കിട്ടുന്ന കുപ്പൂസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരു തരംസ് കിട്ടുന്ന സാധനമാണ്. അതുപോലും മേടിക്കാൻ ഗതിയില്ലാതെ നമ്മൾ ഈ പറയുന്ന അറബികൾ വരും. അത് ഒരു ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്താണ് ഈ അറബികൾ വരുന്നത്. അവർക്കറിയാം അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. നമ്മളവിടെ കാത്തിരുന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അന്ന് വേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിലോ നാച്ചുറലി നമുക്ക് ഇതുണ്ടാവില്ല. അങ്ങനത്തെ ഇതൊക്കെ ജീവിതത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ 2018 പ്രൊഡ്യൂസർ, മാളികപ്പുറത്തിൻ്റെ പ്രൊഡ്യൂസർ എന്നുള്ളതൊക്കെയാണല്ലോ ഇപ്പം ഇൻഡസ്ട്രിക്ക് പുറത്ത് സാർ അറിയപ്പെടുന്ന 2 സിനിമകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിപ്പം അതാണ്. അന്ന് ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്നു, മാമാങ്കം എന്നുള്ള സിനിമ ചെയ്യുന്നു, അത് വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ ഉദ്ദേശിച്ച രീതിയിൽ അതിനെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ബാക്കി 2 സിനിമകളിലായിട്ട് സിനിമ ചെയ്തോടെ പ്രൂവ് ചെയ്ത് നിൽക്കണം എന്നുള്ള വാശിയാത എവിടെ നിന്നാണ് വരുന്നത്? അല്ല, അത് ഇപ്പം നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എവിടെയെങ്കിലും ഒരു ഫെയിലർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സക്സസ് ആയി കഴിഞ്ഞിട്ട് ബൈ പറയാമെന്ന് നമ്മളെപ്പോഴും വിചാരിക്കും. പക്ഷെ അത് സാധിക്കാറില്ല. അതിപ്പോൾ ഈ ഗാംബ്ലിങ്ങിൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മളിപ്പോൾ ഈ ശ്രീലങ്കയിൽ അല്ലെങ്കിൽ ഈ പറയണ ലാസ് വേഗാസിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോൾ ഈ ആൾക്കാരെല്ലാം പോയിട്ട് ഫുള്ളായിട്ട് തിരിച്ച് എല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന മിക്ക ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ളതുകൊണ്ടാണ്. ഇത് ആദ്യം ചിലപ്പോൾ $10 ആയിരിക്കും വരികയാണ്. അപ്പോൾ 10 പോയി കഴിയുമ്പോൾ ശരി അങ്ങനെയാണ് ഈ 10 കിട്ടാൻ വേണ്ടി വീണ്ടും വെക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവസാനം പോകും. സിനിമയിൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ പറയണ ആദ്യം മാമാങ്കം എന്ന് പറഞ്ഞാൽ മൊത്തം പ്രശ്നമായിരുന്നു. അത് ഇപ്പോൾ എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് അറിയാവുന്നതാണ്. തൊട്ടതെല്ലാം പ്രശ്നങ്ങളാണെങ്കിലും അവസാനം വന്നപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യണമെന്നുള്ളൊരു വാശിയായി. അതിൻ്റെ സക്സസ് അല്ലെങ്കിൽ അതെന്താണെന്നല്ല, നമുക്ക് ആ ഒരു ഗോൾ ഒരു അച്ചീവ് ചെയ്യണമല്ലോ. അത് തിയേറ്ററിൽ വരുവാന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ സിനിമകൾ ഈ പറയണ ഷൂട്ടിങ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ വരാതെ 100 കണക്കിന് പെട്ടി അന്ന് പറയണ പെട്ടിയിലിരിക്കണം എന്നാണ്. അങ്ങനെ വന്നാക്കണ അങ്ങനെ ആവരുന്ന എനിക്ക് ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇപ്പോൾ ഒരു കേസാവേ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സിനിമ റിലീസ് പാടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലോട്ട് വരാതെ ഞാൻ ആ സിനിമ തിയേറ്ററിലോട്ട് കൊണ്ടുവന്ന്, അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു എയിം അതായിരുന്നു. അത് നടന്നു. പക്ഷേ അതിനുശേഷം
ഈ സിനിമ ജനങ്ങളെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു ഷോർട്ട് കട്ടും ഇല്ല. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കണം. പിന്നെ നമ്മുടെ സമയവും കുറേ കാര്യങ്ങളും കൂടി വന്നു. പക്ഷെ അതിൽ നിന്ന് ഞാൻ കുറേ പാഠങ്ങൾ പഠിച്ചു. എങ്ങനെയാണ് സിനിമ, എങ്ങനെ ഏത് ടൈപ്പ് ഡയറക്ടർ ആയിരിക്കണം, എന്തായിരിക്കണം സ്റ്റോറി, അതിൽ ആർട്ടിസ്റ്റുകൾ, അങ്ങനത്തെ എല്ലാം ചെയ്തിട്ട് ഒരു പക്ക ഒരു മറ്റേന്ന് പറഞ്ഞാൽ ബിസിനസ് അറിയാതെ വന്നതാണ്. ഇത് പറഞ്ഞു വിചാരിച്ച് നാളെ എടുക്കണം എൻ്റെ എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് ആവണമെന്ന് യാതൊരു നിയമമില്ല. എങ്കിൽ കൂടി സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. അതായത് ചിലപ്പോൾ ഒരു പ്രൊഡ്യൂസർ 10-15 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ പഠിക്കുന്ന പാഠങ്ങളെല്ലാം ഞാൻ അതിൽ നിന്ന് പഠിച്ചെടുത്തു. ഒരു സിനിമ എടുക്കുന്ന സമയത്ത് അതിൻ്റെ സംവിധായകനെ തീരുമാനിക്കുന്നതിലൊക്കെ സാർ കാണിക്കുന്ന ഒരു കർക്കശത ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നമ്മുടെ ചാവേർ എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തിന്റെ സിനിമകളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ പിന്നീട് പോയി അജയചന്ദ്രൻ പോലത്തെ സിനിമകളൊക്കെ കാണുക, മനസ്സിലാക്കുക. ഇപ്പൊ ഒരു ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രീവിയസ് വർക്ക് എടുത്ത് നോക്കുക, എങ്ങനെ ഇപ്പൊ ഒരാൾ കഥ വന്ന് പറഞ്ഞാൽ അയാൾക്ക് പ്രാപ്തി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അല്ല, അത് ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് നമ്മളിപ്പോ ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നമുക്ക് പരിചയമുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒരു നല്ല സിനിമ എടുത്താക്കണമായിരിക്കാം, പക്ഷെ ഒരു വളരെ മോശം സ്വഭാവക്കാരനായിരിക്കാം, ഒരു അങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് ഇതൊരു ജേർണിയാണല്ലോ. ചിലപ്പോൾ ഒരു 6 മാസമായിരിക്കാം, 1 വർഷമായിരിക്കും. പക്ഷെ അതെന്ന് പറഞ്ഞാൽ എന്നും തലവേദനയായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ പൈസ മുടക്കണം, പിന്നെ എന്നും അവിടെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രൊഡ്യൂസറായിട്ടൊന്നല്ല, ഈ പറയണ ഷൂട്ടിങ് ഇതിലുള്ള എല്ലാവരുമായിട്ട് ഉടക്കണ ആൾക്കാരുണ്ട്, ചീത്ത പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ സത്യം പറയാം അങ്ങനെ എനിക്ക് ആഗ്രഹമില്ല, ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല സിനിമ എടുക്കണ പോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഈ ആളെങ്ങനെയാണ്, പ്രശ്നക്കാരനാണോ, പല മോശം സ്വഭാവങ്ങളുള്ള ആൾക്കാരായിരിക്കും. ഇത് അന്വേഷിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഇത് മുന്നേ ചെയ്താക്കണ സിനിമകൾ എങ്ങനെയാണ്, ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ ഇത് ചെയ്താക്കണം പ്രൊഡ്യൂസറെ വിളിച്ചിട്ടൊക്കെ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഒരു ഇതിലോട്ട് പോകാറുള്ളൂ. ഇപ്പം തന്നെ അറിയാലോ, ഡ്രഗ്സ്, മറ്റേത് ലിക്കർ, മറ്റേന്ന് പറഞ്ഞാൽ എത്രയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിലോട്ടൊന്നും വരാതെ ഇതുവരെ ഞാൻ ചെയ്താക്കുന്ന സിനിമകളിൽ നമ്മൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടില്ല. ജൂഡ് ആന്റണി ജോസഫ് എന്നുള്ള അദ്ദേഹത്തിന്റെ 2018 സിനിമ ചെയ്ത സമയത്ത് പറയുന്നത് ജൂഡ് ഒരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ഡയറക്ടറാണ് എന്നുള്ളതാണ്. ജൂഡിനെ ഈ പറഞ്ഞ സിനിമാ സംഗീതങ്ങളിലൊക്കെ അറിയുന്ന ആളുകൾക്കറിയാം, അദ്ദേഹത്തിന്റെ പറഞ്ഞാൽ രണ്ടിന് ചൂടാവുന്ന സ്വഭാവമുണ്ട്. അതായത് കാര്യത്തിനാണ് ഒരു രീതിയിലും. ഇപ്പോൾ VFX ഒക്കെ ഏറ്റവും അതിന്റെ അവസാന ഘട്ടത്തിലും തൃപ്തിയായില്ലെങ്കിൽ അതിനുവേണ്ടി പോരാടുന്ന ഒരു സ്വഭാവമുണ്ട്. സാധാരണഗതിയിൽ ആളുകൾക്ക് അങ്ങനെ ഒരു എളുപ്പത്തിലായിരുന്നു ആ ജേണി കടന്നു പോയതെന്ന് പറയില്ല, അതായത് ആസ് എ പേഴ്സൺ അല്ല, ആസ് എ പ്രൊഫഷണൽ. പക്ഷെ സാറ് 2018 ശേഷം പറഞ്ഞത് എനിക്ക് ഏറ്റവും അധികം എന്താ പറയുക, ഇദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി, അല്ലെങ്കിൽ എനിക്കൊരു റെസ്പെക്ട് തോന്നിപ്പോയി. പക്ഷെ ആളുകളായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആളുകളായിട്ടുള്ള തർക്കങ്ങളുടെ അപ്പുറത്തേക്ക് ജൂഡ് എന്നുള്ള മേക്കറിന് ഒരു വിഷൻ ഉണ്ടല്ലോ, അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ശരിക്കും ജൂഡിന്റെ കൂടെയുള്ള ജേർണിനെ ഇപ്പൊ ഓർക്കുമ്പോ എങ്ങനെ മനസ്സിലാക്കുന്നത്? അല്ല, ജൂഡ് ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു 100 പേരുടെ കൂടെ വർക്ക് ചെയ്താൽ 100 പേരും വ്യത്യസ്ത സ്വഭാവക്കാരും ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം. പക്ഷെ ജൂഡിനെ ഞാൻ മനസ്സിലാക്കിയത്, ജൂഡ് പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന ഒരാളാണ്. ജൂഡ് അങ്ങനെ ആലോചിച്ചൊന്നും നിൽക്കൊന്നുമില്ല, ഓൺ ദ സ്പോട്ട് ജൂഡ് പറയും. അതിപ്പോ അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കണമെന്ന് ജൂഡ് ചിന്തിക്കില്ല. ചില ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആയിരിക്കും പ്രതികരിക്കണം. ജൂഡ് അങ്ങനെയൊന്നുമല്ല. ഞാൻ ജൂഡായിട്ടുള്ളൊരു ഇത് ഇപ്പൊ ഇത് 2019 ആൻഡോ ജോസഫ് ഷൂട്ടിങ് ഒരു 10 ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ജൂഡിനാണെന്നെങ്കിൽ ഈ സിനിമ പുള്ളിയുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളി അത്തരം വർഷങ്ങൾ വീണ്ടും ഈ സിനിമ എങ്ങനെയെങ്കിലും ഇറക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ കഥ ഇഷ്ടംപോലെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് കേൾക്കുന്ന സമയത്ത് വലിയ ബഡ്ജറ്റാണ്, പിന്നെ ഈ വെള്ളം ഇതൊക്കെ എങ്ങനെ ആവും, ഇതേപോലെ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ, ഇതൊന്നും ഒരു നിശ്ചയമില്ലാത്തതുകൊണ്ട് ഒരു പ്രൊഡ്യൂസറെ കിട്ടാതിരുന്നു കഴിഞ്ഞപ്പോൾ എന്നെ കിട്ടുന്ന സമയത്ത് എൻ്റെ അടുത്ത് പുള്ളിക്ക് ഓരോരോ ആത്മാർത്ഥം ഉണ്ടാവുമല്ലോ. അതുള്ളത് കൊണ്ട് എൻ്റെ അടുത്ത് ഒരിക്കൽ പോലും ജൂഡ് അങ്ങനെ ഒരു ഇത് ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഒരു രക്ഷകനായിട്ട് ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഒരു രക്ഷകനായിട്ട് വന്ന ഒരാളെന്ന് പറയാം. ഇത് ഈ സിനിമയുടെ ഇതിൽ ഞാൻ വന്നിട്ട് അങ്ങനെ ചെയ്ത് ബഡ്ജറ്റ് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പല ഇൻപുട്ടുകളും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് അതെല്ലാം ജൂഡിന് യാതൊരു കംപ്ലൈൻറ്റില്ല. എന്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂഡ് അത് ചെയ്യുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ പറയണ ആ സിനിമ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എഡിറ്റിങ്ങിൻ്റെ സമയത്തായാലും പല സീനുകളുടെ കാര്യമായാലും ഞാൻ ജൂഡിൻ്റെ അടുത്ത് പറയും. ജൂഡ് അത് വളരെ ഇന്ന് കേൾക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ വശത്തോട്ട് തന്നെ വരില്ല, അങ്ങനെ എല്ലാം കേൾക്കുകയും നമ്മൾ പറയണ ഇതിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യമായാലും ഇപ്പോഴും ഞങ്ങൾ ആ ഒരു ജേർണി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ജൂഡിൻ്റെ സൈഡിൽ അവിടെ സെറ്റിൽ പല ഇതുണ്ടായിട്ടുണ്ട്. പലരും ചീത്ത പറയും ഇതൊക്കെ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരാത്തതുകൊണ്ടാണ്. എനിക്കങ്ങനെ ഞാനിപ്പോഴും ജൂഡായിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കഥകൾ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കും. എത്രയോ കഥകൾ ജൂഡ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പല പ്രൊജക്റ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും പല ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വഴിക്ക് പോകില്ല. 100% ജൂഡായിട്ട് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട്. നമ്മൾ ആ ഏകദേശം മനസ്സിലായി ജൂഡ് എവിടം വരെയും പോകും, ഞാൻ എവിടം വരെയും പോകും, ഇന്ന് ജൂഡിനറിയാം. അപ്പോൾ അതുകൊണ്ട്
നല്ലൊരു മേക്കറാണല്ലോ, നമ്മളതാണ് നോക്കണം. പുള്ളിക്ക് കറക്റ്റായിട്ട് ചെയ്യാനറിയാം, ആവശ്യത്തിനുള്ള ഒരു സാധനം ചെയ്യാനറിയാം. ഈ മാമാങ്കം എന്ന സിനിമ റിലീസായ സമയത്ത് യൂണിക് ടൈംസ് എന്നുള്ളൊരു ഇംഗ്ലീഷ് പത്രത്തിൽ സാർ കൊടുത്തൊരു അഭിമുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സാർ പറയുന്നത് മമ്മൂക്ക ഉണ്ടായിരുന്ന ആദ്യ മീറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ ആദ്യമായിട്ട് കാണാൻ കയറി ചെല്ലുന്നു. സിനിമയെ പറ്റി സംസാരിക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പ് അദ്ദേഹം സാർ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ എടുത്തുകൊണ്ടാണ് നമുക്ക് സിനിമ ചെയ്യാം എന്ന് പറയുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹം എന്തായിരിക്കും അപ്പോൾ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ കൊടുക്കേണ്ട റെസ്പെക്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് മമ്മൂക്കയിൽ നിന്നാണ് എന്നൊക്കെ അന്ന് ആ അഭിമുഖത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാ അന്ന് മമ്മൂക്ക എന്നുള്ള താരമുണ്ട്, അദ്ദേഹത്തെ പോയി മീറ്റ് ചെയ്തേക്കാം, എന്തായിരുന്നു ശരിക്കും ആ ഒരു ഐഡിയ? ഈ പറയുന്ന ഒരു പ്രോജക്റ്റ് മാമാങ്കം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് വരികയും അതിന് ഒരു വിവേക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന സിനിമ ഫീൽഡിലുള്ളതാണ്. അപ്പോൾ വിവേകാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ഈ സ്ക്രിപ്റ്റ് തന്നത്. അപ്പം മമ്മൂക്ക ഇത് വായിച്ച് മമ്മൂക്ക ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നോക്കാം, അങ്ങനെയാണെങ്കിൽ മമ്മൂക്കായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സിനിമ ABCD അറിയില്ല, ഒരു ആർട്ടിസ്റ്റിനും അറിയില്ല, ഒരു ടെക്നീഷ്യനൊന്നും അറിയാത്ത ഒരാളാണ് ഞാൻ. ആദ്യമായിട്ട് സിനിമയിലോട്ട് വന്നതാണല്ലോ. ആകെ എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ. അങ്ങനെ ദുബായിൽ മമ്മൂക്ക വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തന്നെ ഇവിടുന്ന് കണക്ട് ചെയ്തിട്ട് മമ്മൂക്കനെ കാണാൻ പറയും. ഞാനവിടെ ചെന്ന് അപ്പോൾ നമുക്കൊരു മമ്മൂക്കനെ പോലുള്ള, ഞാൻ എയർപോർട്ടിലൊക്കെ വെച്ച് പുള്ളിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മളൊന്നും സംസാരിക്കുകയോ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ പുള്ളി വളരെയധികം റെസ്പെക്ട് ചെയ്തു. അതായത് എന്നെ പോലുള്ള ഒരു സാധാരണക്കാരന് തന്നെ റെസ്പെക്റ്റിനേക്കാൾ കൂടുതൽ വരുമ്പോഴാണല്ലോ നമുക്കത് നമ്മുടെ ഒരു മനസ്സിലോട്ട് കയറുന്നത്. അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് അവിടെ ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഓർക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും ഒരു സ്വാഭാവികമായിട്ട് മടക്കണതാണ്. അപ്പോൾ പുള്ളിനെ പോലത്തെ ഒരു ലെജൻഡ്, 1000-400 സിനിമ അഭിനയിച്ചാക്കണ ആൾ, ഞാനാണെങ്കിൽ ഒരു സിനിമയും ചെയ്യാതെ എന്തോ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാളോട് ഇത്തരം കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനതാണ് ഇൻ്റർവ്യൂ പറഞ്ഞത്. എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ ഇല്ലെന്നുള്ളതാണ്. മിക്കവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനെ കാണുമ്പോൾ തന്നെ ഇത്തിരി എയറൊക്കെ പിടിച്ച് ഭയങ്കര സ്റ്റൈലിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ നിന്നാണ് വന്നത്, നീ ആരാണെന്ന് ഒരു കാര്യവും ചോദിക്കാതെ ജസ്റ്റ് ഇതിനോട് മാത്രം പറയണ കുറെ അധികം ആൾക്കാരുണ്ട്. അങ്ങനെ മാമാങ്കത്തിന്റെ സമയത്തല്ലേ ഏകദേശം 2 മണിയോളം അദ്ദേഹം ഈ റംസാൻ നോമ്പ് എടുത്തിട്ടും. അതെ 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 നമ്മളിവിടെ ഈ ഇതിൻ്റെ മെയിൻ ഫൈറ്റുകളെല്ലാം ഷൂട്ട് ചെയ്തിട്ട് ആ കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നതാണ്. പുള്ളിക്ക് ആ പകലെല്ലാം നോയമ്പെടുത്ത് കഴിഞ്ഞിട്ട് രാത്രി വന്നു കഴിഞ്ഞിട്ട്, പകലെന്തായാലും നോയമ്പെടുക്കുമ്പോൾ ക്ഷീണം ഉണ്ടാവില്ല, എന്നാലും ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞിട്ട് പുള്ളി ചെയ്യുമായിരുന്നു. ഈ ആഫ്റ്റർ മിഡ് നൈറ്റ് എന്നുള്ള ഈ ഹോളിവുഡ് സിനിമ ചെയ്ത സമയത്ത് അവിടുത്തെ ഒരു വർക്ക് സ്ട്രക്ചറും ഇവിടുത്തെ ഒരു വർക്ക് സ്ട്രക്ചറും തമ്മിലൊരു വ്യത്യാസം സാറ് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞത്, പ്രത്യേകിച്ച് ഈ ഭക്ഷണം കഴിക്കുന്ന ബ്രേക്കുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇപ്പം നമ്മളിവിടുത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്കുകൾ അവിടെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കുറവാണ്. അവിടെ കുറേ സമയം ഷൂട്ട് ചെയ്യാൻ പറ്റും. അവിടുത്തെ വർക്ക് സ്ട്രക്ചർ കുറച്ചും കൂടി പക്കയാണ്. അവിടുത്തെ യൂണിയൻ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഇത്ര വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതിനൊരു മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കും ചെയ്യുന്നുള്ളത്. അവിടെ അന്ന് ഹോളിവുഡിൽ കണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഒരിക്കലും ഇവിടെ നടക്കുമല്ലോ. ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നമ്മളെ ചീത്ത പറയും. ഞാൻ ഏതൊരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇതേ പൈസ തന്നെ നിങ്ങൾ ചാർജ് ചെയ്തു. എനിക്ക് തോന്നുന്നു 290 rupees ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഈ നമ്പർ ഓഫ് കറിയുടെ എണ്ണം കുറച്ച് കഴിഞ്ഞിട്ട് ക്വാളിറ്റി നിങ്ങൾ കൂട്ടും. നല്ല ചിക്കൻ ആണെങ്കിൽ നല്ല ചിക്കൻ മേടിക്കും, അല്ലെങ്കിൽ വെജിറ്റബിൾ മേടിക്കും. ഈ എണ്ണയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ എണ്ണയൊക്കെയാണ് ഉപയോഗിക്കണം. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് നല്ല ആൾക്കാരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണല്ലോ. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരം ഇത് പോകണമല്ലോ. അന്നൊക്കെ പറഞ്ഞിട്ടും അവർ പറഞ്ഞില്ല അത് പറ്റില്ല, ഇത്തരം സാധനങ്ങൾ വേണം. അതായത് ക്വാളിറ്റി ഇല്ലെങ്കിൽ പോലും നമ്പർ ഓഫ് ഈ സാധനങ്ങളുണ്ടല്ലോ അത് വേണമെന്നൊക്കെ അവർ അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാനാലോചിച്ച് ഞാനായിട്ട് വന്നിട്ട് ഇനി ഇവിടെ വ്യത്യാസം വരുത്തുന്നു വേണ്ടല്ലോ വെച്ചിട്ട് ഞാനത് വിട്ടിരുന്നു. ഈ അവിടെ എനിക്ക് തോന്നിയേക്കണം അവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഷൂട്ടിങ്ങിൻ്റെ ഒരു മെയിൻ ഘടകമെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കലാണ്. മനസ്സിലായത്? അതായത് ഷൂട്ട് ഒരു പാർട്ട് ടൈം ഒരു ചെറിയൊരു പരിപാടി. മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടക്ക് സ്നാക്സ്, പിന്നെ ഉച്ചക്കലത്ത് ഇത്, വൈകുന്നേരം സ്നാക്സ്, പിന്നെ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ആഘോഷമാണ് ഇവിടെ. അവിടെ എന്ന് പറഞ്ഞാൽ അതല്ല. ഇപ്പോൾ 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു 9 മണിയാണോ സമയത്ത് ഒരു 10-15 minutes ബ്രേക്ക് ഉണ്ടാവും. ആ സമയത്ത് ആൾക്കാർ വാഷ്റൂമിൽ പോയി വരും. ഒരു സ്ഥലത്ത് കുറേ പെപ്സി അല്ലെങ്കിൽ ഈ പറയുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം വെച്ചിട്ടുണ്ടാവും. മറ്റേതിൽ സാൻഡ്വിച്ച്, വെജ് 1-2 ഉണ്ടാവും, ബാക്കിയെല്ലാം വെച്ചിട്ടുണ്ടാവും. ആവശ്യമുള്ളവർക്ക് എടുക്കാം, കഴിക്കാം. ഉച്ചക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ചിപ്സോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ 1-2 സാധനം കൂടെ ഉണ്ടാവും. ഫിനിഷ്. വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ കൂൾ ഡ്രിങ്ക്സ് ബാക്കിയുള്ള സാധനങ്ങളുണ്ടാവും. ഇത് മാത്രമേ ഉള്ളൂ. ഷൂട്ടിങ്ങിനെ യാതൊരു രീതിയിൽ എഫക്റ്റ് ചെയ്യുക, അവിടെ ഒരു ആഘോഷമായിട്ടുള്ള ഭക്ഷണം, ക്യൂ നിന്നിട്ട് മെഡിക്കൽ, ഈ പറഞ്ഞ ഒരു പരിപാടി അവിടെ ഇല്ല. വളരെ സിമ്പിളാണ്. എന്ന് വെച്ചാൽ പൈസ മുടക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ്. അതാണ് അവിടെ മെയിനായിട്ട് നടക്കേണ്ടത്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളൂ. ഇപ്പം നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കണതാണ്. പക്ഷേ സിനിമ സെറ്റിലെ ഭക്ഷണം കഴിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 1.5 ഭക്ഷണം കഴിക്കലാണ്. മനസ്സിലായിട്ട് അതുകൊണ്ടാണ് എത്രയോ ആൾക്കാർ ഈ ടെക്നീഷ്യൻസൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ വളരെ യങ് ഇതിൽ തന്നെ ഹാർട്ട് അറ്റാക്കായിട്ടും അല്ലെങ്കിൽ വല്ല ലിവറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മരിച്ചു. ഞാനിപ്പോൾ പറയാറുണ്ട് ഇത് ആർട്ടിസ്റ്റുകൾക്കൊന്നും സംഭവിക്കണില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആർട്ടിസ്റ്റുകൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കണില്ല എന്നുള്ളതാണ്.
അവർ അടുത്തുള്ള വേറെ സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൂട്ടെ, വേറെ ആൾക്കാർ ഫുഡ് ഉണ്ടായിക്കൊണ്ട് അവർ നല്ല ഒരുമാതിരി എല്ലാവരും നല്ല ഫ്രൂട്ട്സ് നല്ല ഇതൊക്കെ കഴിച്ചിട്ടിരിക്കും. ഈ ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ഈ അസോസിയേറ്റോട് ഇവരൊക്കെ ഇതാണ് കഴിക്കണം. ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണങ്ങൾ ഭയങ്കര ഓയിലി ആയിട്ടുള്ള സാധനങ്ങളും ബാക്കി പറയുന്ന ഈ കൊളസ്ട്രോളൊക്കെ കൂടുന്ന സാധനങ്ങളൊക്കെ കഴിച്ചാണ് ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലോട്ട് പോയിക്കൊണ്ടേ ഇരിക്കാനല്ലോ. ഇപ്പോൾ 365 ദിവസത്തിൽ ചിലപ്പോൾ ഒരു 300 ദിവസവും ചിലപ്പോൾ അവരുടെ ഫുഡ് എന്ന് പറഞ്ഞ ഇതാണ്. ഇപ്പം ഞാനെപ്പോഴും പറയണതാണ്, നമ്മൾ ഒരു ജോലിയുടെ ഭാഗമാണെങ്കിൽ വേറെ ജോലികൾക്കൊന്നും ഇങ്ങനെ സംഭവിക്കണില്ല, ഇങ്ങനത്തെ ഒരു ഭക്ഷണത്തിൻ്റെ ഇതില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ശരിക്കും അസോസിയേഷനൊക്കെ ഇടപെട്ട് കഴിഞ്ഞിട്ട് അവരുടെ അസോസിയേഷനിൽ പെട്ട ആൾക്കാരാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ നല്ല ഡോക്ടേഴ്സിനെയൊക്കെ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ഇതിൽ ഇന്ന ഫുഡായിരിക്കണം കൊടുക്കേണ്ടത്. ഒരു ഇത് കൊണ്ടുവന്നാൽ മതി. പൈസ ഇപ്പോൾ പ്രൊഡ്യൂസർ എന്തായാലും കൊടുക്കേണ്ട, അതിപ്പോൾ ഒരു 1000 രൂപ ഇതേ പൈസക്ക് ഏത് ഫുഡ് വേണമെങ്കിലും കിട്ടും. കുറേയും കൂടി ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മെമ്പേഴ്സിൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അവർ നോക്കണം. ഇവിടെ എല്ലാത്തിലും ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു എയർലൈൻസിന് ജോലി ചെയ്യണവരാണെങ്കിൽ അവർ ഡോക്ടേഴ്സ് ഉണ്ട്, അവരാണ് പറയണം ഓക്കെ നിങ്ങൾ ഇത്ര ഗ്രാം ഇന്ന ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മാനുഷിക പരിഗണന കൊടുക്കണ്ടേ? ഇതില്ല. ഈ പറയണമെന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾക്കൊന്നും ബാധകമല്ല, അല്ലെങ്കിൽ ഒരു ടോപ്പിലേക്കുന്ന ടെക്നിക്ക് അവർക്കൊക്കെ നല്ല ഫുഡ് തന്നെ ഉണ്ട്, ഹെൽത്തി ഫുഡ് തന്നെ ഉണ്ട്. ഈ പറഞ്ഞ പാവപ്പെട്ടവന്മാരാണ് കഴിക്കണം. അതൊക്കെ മാറ്റി. ഞാൻ അന്ന് ഒരു തവണ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവനൊരു ഓൾറെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് രേഖാചിത്രം ഞാൻ പറഞ്ഞു ഒറ്റയിരിപ്പിൽ സമ്മതിച്ചെങ്കിൽ 2018 എനിക്കതിന് മാസങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷമാണ്, മാസങ്ങളെടുത്ത്. അതായത് അവസാനം ഞാൻ ടെക്നീഷ്യന്മാരായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓരോരുത്തരോട് ചോദിച്ചു ഈ സ്ക്രിപ്റ്റ് ഇതിൽ പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, ഈ വെള്ളപ്പവ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർ അതിൻ്റെ പ്ലാനുകളായിട്ടാണ് വന്നത്. ഞാൻ അതിൽ കൺവിൻസിങ് ആയി കഴിഞ്ഞിട്ട് പറഞ്ഞ് ജൂഡിൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യമാണ്, ജൂഡ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോളിവുഡ് സിനിമയാണെന്ന് തന്നെ തോന്നണം വെള്ളപ്പൊക്കം. അല്ലാതെ നമ്മൾ ഏതെങ്കിലും നമ്മുടെ നാട്ടിലേതെങ്കിലും നാട്ടുപ്രദേശത്ത് വെള്ളം കയറി വീട് മുങ്ങിയാക്കണ ഒരു ഇത് വരെയെന്ന് പറഞ്ഞപ്പോൾ ജൂഡ് അതിനൊരു ഗ്യാരണ്ടി പറഞ്ഞ് എനിക്കതിൽ വിശ്വാസം വന്നു. പിന്നെ അങ്ങനെ പോയൊരു സിനിമയാണ്.